ആസ്മ ആസ്മ എന്നത് ശ്വാസകോശത്തിനുണ്ടാകുന്ന അല്ലെങ്കിൽ കുഴലുകൾക്കുണ്ടാകുന്ന നീർക്കെട്ട് കാരണം അവിടെ ഉണ്ടാകുന്ന ചുരുക്കത്തെയാണ് ആസ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആസ്മ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുട്ടികൾക്കാണ് ആസ്മ കാണപ്പെടുന്നതെങ്കിലും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതെങ്കിലും മുതിർന്നവരിലും ആസ്മ രോഗം കണ്ടുവരുന്നുണ്ട്. ആസ്മ രോഗം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പാരമ്പര്യമായി കിട്ടാവുന്നതാണ്. അല്ലാതെ തന്നെയും ആസ്മ രോഗം കിട്ടും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം. ഇപ്പോൾ പുകവലിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇറിറ്റന്റ് ആസ്മ എന്നുള്ളൊരു വേരിയന്റ് ഉണ്ട്. അതുകൂടാതെ എന്തെങ്കിലും കെമിക്കൽ ഫാക്ടറിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് പൊടിയുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ആസ്മ രോഗം വരാവുന്നതാണ്. ആസ്മ രോഗം കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഒരു വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുകയും താൽക്കാലികമായുള്ള രോഗലക്ഷണങ്ങൾ സ്ഥായിയാവാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുകയുള്ളൂ. ആസ്മയുടെ രോഗലക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ, ചുമയുണ്ടാകാം, ശ്വാസമുട്ടലുണ്ടാകാം, വലിവുണ്ടാകാം, അല്ലെങ്കിൽ നെഞ്ചിൽ ഒരു ഭാരം ഇരിക്കുന്നത് പോലെ തോന്നാം. ഇവയൊക്കെയാണ് പ്രധാനമായ ആസ്മയുടെ രോഗലക്ഷണങ്ങൾ. ഈ രോഗലക്ഷണങ്ങൾ കൂടുന്ന അവസ്ഥകൾ എന്തെന്ന് വെച്ചാൽ, പൊടിയോടോ അല്ലെങ്കിൽ പൂപ്പലോടോ അല്ലെങ്കിൽ പൂമ്പൊടിയോടോ അല്ലെങ്കിൽ തണുപ്പിനോടോ ഒക്കെ എക്സ്പോഷർ വരുമ്പോഴാണ് ഇത് കൂടാവുന്നത്. അല്ല, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അതായത് വൈറൽ ഇൻഫെക്ഷൻസോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ വന്നാലും ആസ്മയുടെ രോഗലക്ഷണങ്ങൾ കൂടാവുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ അമിതവണ്ണം മൂലവും ആസ്മ രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. അതുകൂടാതെ ചിലവരിൽ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആസ്മയുണ്ട്. അതായത് വ്യായാമം ചെയ്തു കഴിഞ്ഞ് ഒരു 30 തൊട്ട് 60 മിനിറ്റിനുള്ളിൽ ആസ്മയുടെ രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ചിലരിലാണെങ്കിൽ ആസ്മ രോഗം കാണുന്നത് വീടുകളിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവില്ല. അവരുടെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ മാത്രമേ ആസ്മയുടെ രോഗലക്ഷണങ്ങൾ കാണാറുള്ളൂ. അവയെ നമ്മൾ ഒക്കുപേഷണൽ ആസ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവയെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ പല ശ്വാസകോശ രോഗങ്ങളോ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ രോഗങ്ങളിലും ഈ മേൽപ്പറഞ്ഞ ആസ്മയുടെ രോഗലക്ഷണങ്ങൾ അതുതന്നെയാവും പല അസുഖങ്ങളിലും കാണുന്നത്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവർ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പൾമനോളജിസ്റ്റിനെ പോയി കാണുകയും പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഊതി പരിശോധന നടത്തി ആസ്മയാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആസ്മയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻഹേലേഴ്സ് ആണ് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇൻഹേലേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. ആസ്മയുടെ തോതനുസരിച്ച് ചിലരിലാണെങ്കിൽ ചെറിയ ചുമയെ കാണത്തുള്ളൂ, ചിലരിലാണെങ്കിൽ ഭയങ്കര ശ്വാസം മുട്ടലായിരിക്കും. അപ്പോൾ അതിന്റെ സിവിയറിറ്റി അനുസരിച്ച് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻഹേലേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരിലും ഇൻഹേലേഴ്സ് ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലരിൽ ഇൻഹേലേഴ്സ് ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആസ്മയാണെങ്കിൽ വ്യായാമം ചെയ്യുന്നതിന് അരമണിക്കൂർ മുന്നേ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുകയും അതിനുശേഷം വ്യായാമം തുടരുകയുമാണ് ചെയ്യേണ്ടത്. കാരണം ജീവിതശൈലി രോഗങ്ങൾ കൂടുന്ന ഒരു സാഹചര്യത്തിൽ വ്യായാമം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല അതിനൊരു പോംവഴി. ഇൻഹേലേഴ്സ് ഉപയോഗിച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം വ്യായാമം തുടരുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ പൊടി കാരണം ഉണ്ടാകുന്ന ആസ്മയാണെങ്കിൽ വീടുകളിലെ ഷീറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കേർട്ടൻസ്, കാർപ്പറ്റ്, മാറ്റ് ഇവയെല്ലാം കഴുകി വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. വളർത്തു മൃഗങ്ങൾ കാരണം ഉണ്ടാകുന്ന ആസ്മയാണെങ്കിൽ അവയെ വീടിനുള്ളിൽ കയറ്റാതെ പുറത്ത് നിർത്തുകയും അവരുടെ ടേക്ക് കെയർ ചെയ്യുന്നത് വീട്ടിലെ വേറെ അംഗങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ചില മരുന്നുകൾ കാരണം ഉണ്ടാകുന്ന ആസ്മയുണ്ട്. ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ കാരണം ആസ്മ രോഗം കൂടാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഏത് മരുന്ന് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ രോഗലക്ഷണങ്ങൾ കാണുന്നത് എന്നൊരു ഡയറിയിലോ മറ്റോ എഴുതി സൂക്ഷിക്കുകയും അത് അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ആസ്മയാണെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഒരു മാസ്ക് ഉപയോഗിക്കുകയും എന്നിട്ട് ജോലി തുടരുകയുമാണ് വേണ്ടത്. അല്ലാതെ മാസ്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ജോലി നമുക്ക് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ വരും. അതുപോലെ തന്നെ ചില ഫുഡ് കാരണമായിരിക്കും. അപ്പോൾ ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ്, ചിലവർക്ക് അത് ഗോതമ്പാകാം, ചിലവർക്ക് കക്കയിറച്ചിയോ അല്ലെങ്കിൽ കൊഞ്ചോ അല്ലെങ്കിൽ കപ്പലണ്ടി, അപ്പോൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആസ്മയുടെ രോഗലക്ഷണങ്ങൾ കാണുന്നത് നമ്മൾ അത് മനസ്സിലാക്കുകയും അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അതുപോലെ തന്നെ നമുക്ക് ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അലർജി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ സ്കിൻ പ്രിക് ടെസ്റ്റ് ആണത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഏത് ഭക്ഷണ പദാർത്ഥങ്ങളാണോ അല്ലെങ്കിൽ ഏത് പൊടിയാണോ, അത് പൂമ്പൊടിയാണോ അല്ലെങ്കിൽ പാറ്റയാണോ, എന്തിനോടാണ് അലർജി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയും നമുക്ക് ചെയ്യും. ഇൻഹേലേഴ്സ് കറക്റ്റ് രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്മ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് സ്ഥായിയായി വരുന്ന രോഗലക്ഷണങ്ങൾ ആകാതിരിക്കാൻ നമുക്ക് സാധിക്കും. ആസ്മയുടെ രോഗലക്ഷണങ്ങൾ ടെമ്പററി ആണ്. അതൊരിക്കലും പെർമനന്റ് ആവാതെ സൂക്ഷിക്കുക.